നമസ്കാരം സുഹൃത്തുക്കളെ, PSC 2022 നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നല്ലോ. അപ്പൊ കുറച്ച് ദിവസമായല്ലേ ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്തിട്ട്. അപ്പം ഇന്ന് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ 2022 നടത്തിയ ഫയർമാൻ മെയിൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഈസിയാണ്. ഇതിന്റെ GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. എന്നാലും ഇംഗ്ലീഷ് എന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും നമ്മൾ പറഞ്ഞ റൂൾസ് ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാമേ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒരു ഭാഗമാവണേ. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസിലെ മൂന്നാമത്തെ കണ്ടീഷൻ, അതായത് ഇഫ് ക്ലോസിലെ ഹാഡ് പ്ലസ് V3 വന്നാൽ, ഹാഡ് ടോൾഡ് എന്ന് പറയുമ്പം ടെല്ലിന്റെ V3 ആണ്. ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്തോ വരണം? വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 എന്ന ഓപ്ഷൻ കിടക്കുമല്ലേ. വുഡ് ഹാവ് ബിലീവ്ഡ്. അപ്പൊ അതാണ് ഉത്തരം. അപ്പൊ കണ്ടീഷണൽ ക്ലോസിലെ മൂന്നാമത്തെ കണ്ടീഷൻ ആണ് ഇഫ് ക്ലോസിലെ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്തോ വരണം? വുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, നൈദർ രാജു nor his friends dash home every week. Neither Raju nor his friends. Neither nor ഉപയോഗിച്ച് രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം വെർബ് എഴുതാൻ. നൈദർ ഓറിന് ശേഷമുള്ളത് അല്ലെങ്കിൽ ഐദർ ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ നോറിന് ശേഷം വന്നത് ഹിസ് ഫ്രണ്ട്സ് അല്ലേ. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറലാ. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ വെർബും എന്തോ ആയിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ ഗോ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. അപ്പൊ അതായിരിക്കും ഉത്തരം. ഗോസ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബാണ്. ഈസ് ഗോയിങ് അല്ല, അത് ING ഫോം ആണ്. വാസ് ഗോയിങ്ങും അല്ല. നൈദർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് നൗൺസിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ നൗൺ അനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ രണ്ടാമത്തെ നൗൺ ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക, ഗോ. നൈദർ നോർ എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ടുമില്ല എന്ന ആശയത്തെ കാണിക്കുവാനോ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് പ്രസ്താവനകളെ ഒന്നിച്ചു ചേർത്ത് ഒരു വാക്യമാക്കാനോ വേണ്ടിയിട്ടാണ് നൈദർ നോർ യൂസ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹി ഈസ് സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. സീനിയറിന് ശേഷം യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ എന്തുവാണ്? പണ്ടേ പഠിക്കുന്ന കാര്യമാണ്. സീനിയറിന് ശേഷം യൂസ് ചെയ്യേണ്ടത് ടു ആണ്. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു അല്ലേ. ഇതിനൊക്കെ ശേഷം എന്താ? സീനിയർ, ജൂനിയർ, പ്രിഫർ. ഇതിനൊക്കെ ശേഷം ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി ഈസ് സീനിയർ ടു മീ ഇൻ കോളേജ്. ഇപ്പൊ ടു യൂസ് ചെയ്യേണ്ട കുറച്ച് സിറ്റുവേഷൻസ് പറയാം. ലോയൽ ടു എ പേഴ്സൺ, ലോയൽ ടു എ പേഴ്സൺ. പിന്നെ റെഫർ ടു എ ഡിക്ഷണറി, റെഫർ ടു എ ഡിക്ഷണറി. ഈൽഡ് ടു സംവൺ, റെസ്പോണ്ട് ടു സംതിങ്, അപ്പീൽ ടു സംവൺ. അപ്പൊ അതിനു ശേഷം ടു ആണ് ചേർക്കേണ്ടത്. അപ്പീൽ ടു സംവൺ, റെസ്പോണ്ട് ടു സംതിങ്, റെഫർ ടു എ ഡിക്ഷണറി, ലോയൽ ടു എ പേഴ്സൺ, പിന്നെ ഡെഫ് ടു റിക്വസ്റ്റ്. അപ്പൊ ഈ വാക്കുകൾക്കൊക്കെ ശേഷം, അതായത് ഈ പറയുന്ന ഇപ്പം ഡെഫിന്റെ കൂടെ ടു യൂസ് ചെയ്യേണ്ടത്, അതിനുശേഷം റിക്വസ്റ്റ് ആണെങ്കിൽ, അതുപോലെ ലോയലിന് ശേഷം ടു യൂസ് ചെയ്യേണ്ടത് ലോയൽ ടു എ പേഴ്സൺ ആണെങ്കിൽ, അതുപോലെ ഒബ്ജക്റ്റിന് ശേഷം ടു യൂസ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ടു സംതിങ്. അങ്ങനെയാണ് നോക്കേണ്ടത്. അടുത്ത ചോദ്യം, എവ്രി വൺ പാസ്ഡ് ദ എക്സാമിനേഷൻ ഡാഷ് ആഡ് എ സ്യൂട്ടബിൾ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാ. ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യത്തെ റൂൾ എന്താ നോക്കേണ്ടേ? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. അപ്പൊ ഈ തന്നിരിക്കുന്ന സെന്റൻസ് എവരി വൺ പാസ്ഡ് ദ എക്സാമിനേഷൻ, എന്തെങ്കിലും നെഗറ്റീവ് വേർഡ് ഉണ്ടോ? നെഗറ്റീവ് വേർഡ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കാം.
ഇൻറ്റ് എല്ലാത്തിലും ഇൻറ്റ് വന്നിട്ടുണ്ട്, അതായത് എല്ലാം നെഗറ്റീവ് ടാക്സ് ആണ്. അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഒന്നും യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തോ വേണം? ഓക്സിലറി വെർബ് വേണം. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് മെയിൻ വെർബായ പാസ്ഡിനെ എന്തോ ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. പാസ്ഡ് എന്ന് വെച്ചാൽ ഡിഡ് പ്ലസ് പാസ് ആണ്. ഇ ഡി വന്നാൽ അത് പാസ് ഫോം ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ആണ് ചേർക്കേണ്ടത്. ഡിഡ് പ്ലസ് പാസ് ആണ് പാസ്ഡ്. അപ്പോൾ ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. ഇവിടെ ഡിഡ് വെച്ച് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഡിഡിൻ ദേയും വരുന്നുണ്ട്, ഡിഡിൻ ഹീയും വരുന്നുണ്ട്. അപ്പൊ ദേ ആണോ ഹീ ആണോ? എവ്രിബഡി, എവ്രി വൺ ഇതൊക്കെ സിംഗുലർ ആണെങ്കിലും ടാഗിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ പ്ലൂറൽ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. എവ്രിബഡി, എവ്രി വൺ എന്നിവയൊക്കെ സിംഗുലാർ വേർഡ്സ് ആണെങ്കിലും ടാഗിന്റെ കേസിൽ യൂസ് ചെയ്യുമ്പോൾ അവ പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്ലൂറൽ പ്രോനോൺ ആയ ദേ വേണം വരാൻ. ഉത്തരം എന്തുവാണ്? ഡിഡിൻറ്റ് ദേ. ഡിഡിൻറ്റ് ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഓണസ്റ്റ്, ഓണസ്റ്റിന്റെ ഫ്രണ്ടിൽ എന്തുവാ ചേർക്കാനുള്ളത്? ആൻ ആണ് ചേർക്കേണ്ടത്. ആൻ ആണ് ചേർക്കേണ്ടത്. ഇവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പം എച്ച് സൈലന്റ് ആണ്. ഓണസ്റ്റ് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഓയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ എന്ന് പറയുന്ന സ്വരാക്ഷരമല്ലേ, അതുകൊണ്ട് ആൻ ആണ്. സ്വരാക്ഷരത്തിന്റെ ഫ്രണ്ടിൽ ചേർക്കാനുള്ള ആർട്ടിക്കിൾ ഏതാ? ആൻ. വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ ആണ് ചേർക്കേണ്ടത്. സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ തിങ്ങിനെ പറ്റി എടുത്തു പറഞ്ഞാൽ ദായാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു വാക്കിന്റെ ഉച്ചാരണം തുടങ്ങുന്നത് വൗവൽ സൗണ്ട് എ ഇ ഐ ഒ യു അല്ലെങ്കിൽ ഉച്ചാരണം സ്വരാക്ഷരമാണെങ്കിൽ ആർട്ടിക്കിൾ എന്തോ ആയിരിക്കും? ആൻ ആയിരിക്കും. അടുത്ത ചോദ്യം, ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. ബീസിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരെന്തുവാണ്? സ്വാം ആണ്. സ്വാം ഓഫ് ബീസ് ആണ്. സ്വാം ഓഫ് ബീസ്. കുറച്ച് റെയർ ആയിട്ടുള്ളത് പറയട്ടെ. ട്രീയുടെ ഗ്രൂപ്പിനെ പറയുന്നത് തിക്കറ്റ് ഓഫ് ട്രീ. തിക്കറ്റ്, THICKET, തിക്കറ്റ് ഓഫ് ട്രീ. എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിന്റെ ഗ്രൂപ്പിനെ സ്ലേറ്റ് എന്നും പറയാറുണ്ട്. SLATE, സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്. പിന്നെ ചിക്സ് അല്ലെങ്കിൽ എഗ്. ചിക്സിന്റെയും എഗ്സിന്റെയും ഒക്കെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ക്ലച്ച് ആണ്. എ ക്ലച്ച് ഓഫ് ചിക്ക് അല്ലെങ്കിൽ എ ക്ലച്ച് ഓഫ് എഗ് എന്ന് പറയും. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ വിയറി. വിയറിയുടെ മീനിങ് എന്ന് വെച്ചാൽ ടയേർഡ് എന്നാണ്. ടയേർഡ്. വിയറി എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് ഓർ ബിക്കം അൺഏബിൾ അല്ലെങ്കിൽ അൺവില്ലിംഗ് ടു കണ്ടിന്യൂ. അൺവില്ലിംഗ് ടു കണ്ടിന്യൂ അല്ലെങ്കിൽ അണേബിൾ ടു മേക്ക് അണേബിൾ അല്ലെങ്കിൽ ടു ബിക്കം അണേബിൾ എന്നൊക്കെയുള്ള മീനിങ് ആണ് വിയറി. വിയറി അതിന്റെ മീനിങ് ആയിട്ട് ഫാറ്റിക് പറയാം, എക്സ്ഹോസ്റ്റ് പറയാം. അതൊക്കെ വിയറിയുടെ മീനിങ് ആണ്. എക്സ്ഹോസ്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എനർജറ്റിക്. ടയേർഡിന്റെ ഓപ്പോസിറ്റ് എനർജറ്റിക് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കുക. അതൊക്കെയാണ് വിയറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഹാൻഡ് കർച്ചീഫിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് സി. ഹാൻഡ് കർ ചീഫ്. സ്പ്ലിറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. ഹാൻഡ് HAND, കർ KER, ചീഫ് CHIEF, ഹാൻഡ് കർച്ചീഫ്. അപ്പൊ ഇതിൽ കുറച്ച് വേർഡ്സ് പറയാം. നോട്ടീസബിൾ. നോട്ടീസബിളിന്റെ സ്പെല്ലിംഗ് എന്താ? നോട്ടീസ് എന്ന് എഴുതുക, പിന്നെ ഏബിൾ, അതാണ് നോട്ടീസബിൾ. നോട്ടീസ് NOTICE, നോട്ടീസ്, പിന്നെ അതിന്റെ കൂടെ ഏബിൾ എന്നും കൂടെ എഴുതുക. ഒക്കറൻസിന്റെ സ്പെല്ലിംഗ് എന്താ? ഒക്കർ, OCCUR, ഒക്കർ. പിന്നെ വീണ്ടും റെൻസ്, ഇപ്പൊ 2 R വരും അല്ലെ? RENCE, ഒക്കറൻസ്, ഒക്കറൻസ്. അൺഫോർഗെറ്റബിൾ. അൺഫോർഗെറ്റബിൾ, UN. ഫൊർഗെറ്റ്, FORGET, ഫൊർഗെറ്റ്, അൺഫോർഗെറ്റ്. പിന്നെ ടേബിൾ, TABLE, അൺഫോർഗെറ്റബിളിന്റെ സ്പെല്ലിംഗ് എന്താ? ഇങ്ങനെ എഴുതുന്നത് അണ്ടെന്ന് എഴുതാ, ഫൊർഗെറ്റ് എന്ന് എഴുതാ, ടേബിൾ എന്ന് എഴുതാ. അപ്പൊ 2 T വരും. അപ്പൊ അതൊക്കെ ആയിരിക്കും PSC തെറ്റിച്ച് തരുന്നത്. ഒരു T ഒക്കെ കൊടുത്തേക്കും. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു വെക്കുക. അൺഫോർഗെറ്റ് പിന്നെ ടേബിൾ. അടുത്ത ചോദ്യം, സെലക്ട് ദ സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ an ability to make good judgments and take quick decisions.
എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ടേക്ക് ഗുഡ് ഡിസിഷൻസ് എന്തുവാ? അക്യൂമൻ ആണ്. അക്യൂമൻ എന്നാൽ നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്, അതിനെയാണ് അക്യൂമൻ എന്നുകൊണ്ട് പറയുന്നത്. ഇനിയില്ലേ, എ ക്ലെവർ ആൻഡ് അമ്യൂസിങ് സ്റ്റേറ്റ്മെന്റിനെ എന്താ പറയാ? വിറ്റിസിസം. WITTICISM. വിറ്റിസിസം എന്ന് വെച്ചാൽ എ ക്ലെവർ ആൻഡ് അമ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എ ക്ലെവർ സ്പീച്ച്, അതിനെയൊക്കെയാണ് വിറ്റിസിസം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. ഞാൻ പാർക്കിൽ കൂടി നടന്നപ്പോൾ എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കെയിം എക്രോസ്. മീനിങ് ഓഫ് കം എക്രോസ്. കം എക്രോസ് എന്ന് വെച്ചാൽ മീറ്റ് എന്നാണ് അർത്ഥം. മീറ്റ്. ഇവിടെ ഓപ്ഷൻ എ കം ബൈ അല്ലെങ്കിൽ കെയിം ബൈ. കെയിം ബൈ എന്ന് വെച്ചാൽ എന്താ? ടു ഫൈൻഡ് സംതിങ് അല്ലെങ്കിൽ ടു ഒബ്റ്റെയിൻ സംതിങ് എന്നൊക്കെ പറയും. എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുക, ടു ഫൈൻഡ് സംതിങ് അല്ലെങ്കിൽ ടു ഒബ്റ്റെയിൻ സംതിങ്, എന്തെങ്കിലും കിട്ടുക, അങ്ങനെയുള്ള മീനിങ് ആണ്. പിന്നെ കെയിം ഓഫ് അല്ലെങ്കിൽ കം ഓഫ് എന്ന് വെച്ചാൽ എന്താ? ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ, ടു ബിക്കം സെപ്പറേറ്റഡ് എന്നൊക്കെ ഉള്ള മീനിങ്. ടു ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ ടു ഹാപ്പൻ അല്ലെങ്കിൽ ടു ബിക്കം സെപ്പറേറ്റഡ് എന്നൊക്കെ ഉള്ള മീനിങ് ആണ് കെയിം ഓഫ്. കം ഔട്ട് എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് ആയിട്ട് പറയുക. ഒരു സാധനം നമ്മളെ എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസഗ്രി ആണോ എന്ന് പബ്ലിക് ആയിട്ട് പറയുക, അതിനെയാണ് കം ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. 10 മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ 10 ഇംഗ്ലീഷും 10 മലയാളമേ ഉള്ളൂ. അപ്പോൾ 10 ചോദ്യങ്ങൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ എന്താണ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന മീനിങ്സും ഓപ്പോസിറ്റും ഒക്കെ വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്